Hi dear students, welcome to Innovations Technical Institute. സാറിന്റെ അണ്ടറിൽ 2 എഞ്ചിനീയറിംഗ് കോളേജുകളാണ് കേരളത്തിലുള്ളത്. അതിൽ ഒന്നാമത്തത് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് കളമശ്ശേരി ക്യാമ്പസ് 1, ഇതാണ് മെയിൻ ക്യാമ്പസ്. രണ്ടാമത്തത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കുട്ടനാട് ക്യാമ്പസ് 2. അപ്പോൾ ഈ രണ്ട് കോളേജുകളിൽ നിങ്ങൾ ലാറ്ററൽ എൻട്രി സ്കീമിലൂടെ അഡ്മിഷൻ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എത്രയാണ് ഫീസ് അടക്കേണ്ടത്, ട്യൂഷൻ ഫീസ് എത്രയാണെന്ന് നോക്കാം. അതിൽ 2 ടൈപ്പ് സീറ്റ് ഉണ്ട്. ഇപ്പോൾ ലെറ്റ് സ്റ്റുഡൻസിന് ഉള്ള സീറ്റിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യും. പകുതി സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ്, പകുതി സീറ്റ് ഓൾ ഇന്ത്യ മെറിറ്റ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിലാണെങ്കിൽ നിങ്ങൾക്ക് ഫീസ് വരുന്നത് 28,800 ആണ്. ഇത് ഒരു വർഷത്തേക്കല്ല, ഒരു സെമസ്റ്ററിനാണ് 28,800. ഇതിൽ 2 ബ്രാഞ്ചിന് ഇത്ര ഫീസ് വരുന്നില്ല. നമുക്ക് ഇപ്പോൾ സിവിൽ, മെക്ക്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഇതിനൊക്കെ 28,800 ആണ് വരുന്നത്. 2 ബ്രാഞ്ചിന്, അതായത് ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ്, അതേപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, അതിന് 20,000 താഴെയാണ് ഫീസ് വരുന്നത്. ബാക്കി എല്ലാ ബ്രാഞ്ചിനും ഒരു ഫീസാണ്. പിന്നെ ഓൾ ഇന്ത്യ മെറിറ്റ് ആണെങ്കിൽ 55,000 ആണ് ഒരു സെമസ്റ്ററിന് വരും. ഇപ്പോൾ നിങ്ങൾ തേർഡ് സെമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ, സെക്കൻഡ് ഇയറിൽ ജോയിൻ ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ എക്സ്ട്രാ ഫീസുകൾ വരും. യൂണിവേഴ്സിറ്റി ഫീസ്, ബസ് ഫീസ്, ലൈബ്രറി ഫീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏകദേശം ഒരു 30 to 35K നിങ്ങൾ അഡ്മിഷൻ്റെ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അതേപോലെ ഓൾ ഇന്ത്യ മെറിറ്റിലാണെങ്കിലും ഒരു 60 to 62K ഏകദേശം പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അത് നിങ്ങൾ ആ സമയത്ത് കോളേജിൽ കോൺടാക്ട് ചെയ്താൽ അവർ കറക്റ്റ് പറഞ്ഞു തരും. പിന്നെ ഓരോ സെമസ്റ്ററിനും വരുന്ന ഫീസാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇവിടെ നമുക്ക് ലെറ്റിൻ്റെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ഫസ്റ്റ് ഇയറിൽ എത്ര സീറ്റാണോ അതിൻ്റെ 10% സീറ്റാണ് ലെറ്റ് സ്റ്റുഡൻസിന് ഉണ്ടാവുക. അതായത് ബിടെക് ഫസ്റ്റ് ഇയറിൽ ഇപ്പോൾ ഒരു ബ്രാഞ്ചിന്, ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിങ്ങിന് ബിടെക് ഫസ്റ്റ് ഇയറിൽ 60 സീറ്റ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ ആവുമ്പോൾ അതിൻ്റെ 10% ആഡ് ചെയ്യും ഇതിൻ്റെ കൂടെ. അപ്പോൾ 60യുടെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 ആണ്. അപ്പോൾ ടോട്ടൽ 66 സീറ്റ് വരും. ഇത് ലെറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. ഇനി ഇതിനെ വീണ്ടും 2 ആക്കും. 3 സ്റ്റേറ്റ് മെറിറ്റും 3 ഓൾ ഇന്ത്യ മെറിറ്റും. അപ്പോൾ 3 സീറ്റ് സ്റ്റേറ്റ് മെറിറ്റ്, 3 ഓൾ ഇന്ത്യ മെറിറ്റ്. അപ്പോൾ ഈ 2 സീറ്റിലോട്ടും കേരളത്തിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സ്റ്റേറ്റ് മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം, ഓൾ ഇന്ത്യ മെറിറ്റിലോട്ടും അപ്ലൈ ചെയ്യാം. പക്ഷേ വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടു, ഓൾ ഇന്ത്യ മെറിറ്റിൽ ഫീസ് വളരെ കൂടുതലാണ്. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ ക്യുസാറ്റിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ സ്റ്റേറ്റ് മെറിറ്റിൽ തന്നെ അപ്ലൈ ചെയ്യുക. അപ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എൻട്രൻസ് എക്സാമിന് നല്ല റാങ്ക് വേണം. ഓക്കെ, പിന്നെ അതേപോലെ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റ്, ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 60 സീറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലൊരു 2-3 സീറ്റ് വേക്കൻ്റ് ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ലെറ്റ് സ്റ്റുഡൻസിന് കിട്ടും. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വേക്കൻ്റ് ആയി കിടക്കുന്ന സീറ്റും കൂടെ ലെറ്റ് സ്റ്റുഡൻസിനുള്ളതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ടോട്ടൽ സീറ്റിൻ്റെ, ലെറ്റിൻ്റെ ടോട്ടൽ സീറ്റിൻ്റെ പകുതി 50% സ്റ്റേറ്റ് മെറിറ്റും 50% എന്താണ് ഓൾ ഇന്ത്യ മെറിറ്റുമാണ്. ഓക്കെ, ഇനി നമുക്ക് ഈ 2 എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഓരോ ബ്രാഞ്ചിനും അവൈലബിൾ ആയിട്ടുള്ള സീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ്. സിവിൽ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ 9 സീറ്റാണ് വരുന്നത്. രണ്ടാമത്തെ കുട്ടനാട് ക്യാമ്പസിൽ 6 സീറ്റ്, അങ്ങനെ 15 സീറ്റാണ് സിവിൽ എഞ്ചിനീയറിംഗിനുള്ളത്. രണ്ടാമത്തെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ 14 സീറ്റ്, കുട്ടനാട് ക്യാമ്പസിൽ 12 സീറ്റ്, ടോട്ടൽ 28 സീറ്റ്. അപ്പോൾ ഏറ്റവും കൂടുതൽ സീറ്റുകൾ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിനാണ്, ടോട്ടൽ 28 സീറ്റ് വരുന്നുണ്ട്. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 6 12 സീറ്റാണ് വരുന്നത്. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 9 15 സീറ്റാണ് വരുന്നത്. പിന്നെ ഇൻഫർമേഷൻ ടെക്നോളജി IT 9 15 സീറ്റ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ 9 സീറ്റ്. അതേപോലെ സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ 6 സീറ്റ്. അപ്പോൾ ഇത് നല്ല പ്ലേസ്മെന്റ് നടക്കുന്ന ഒരു ബ്രാഞ്ചാണ് സേഫ്റ്റി ആൻഡ് ഫയർ എഞ്ചിനീയറിംഗ്. നല്ല റാങ്ക് വേണം ഫയർ ആൻഡ് സേഫ്റ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ 6 സീറ്റാണ് മെയിൻ ക്യാമ്പസിൽ മാത്രമേ ഉള്ളൂ. പിന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് ഈ വർഷം മെയിൻ ക്യാമ്പസിൽ വന്ന ബ്രാഞ്ചാണ്. അപ്പോൾ ഈ വർഷം വന്നതുകൊണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഇയർ ഉണ്ടാവുള്ളൂ, സെക്കൻഡ് ഇയർ ഉണ്ടാവില്ല. അപ്പോൾ അടുത്ത വർഷത്തെ ലെറ്റ് ചെയ്യുന്നവർക്ക് ഇവിടെ ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും. ബിടെക് ലെറ്റ് 2027. അപ്പോൾ ഇപ്രാവശ്യം സീറ്റില്ല. പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിംഗ് 4 സീറ്റ്, അതേപോലെ പോളിമർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് 2 സീറ്റ്. അപ്പോൾ ഇതൊക്കെ മെയിൻ ക്യാമ്പസിൽ മാത്രമേ വരുന്നുള്ളൂ.